പോൾ അലക്സാണ്ടർ എന്ന പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഇരുമ്പ് ശ്വാസകോശത്തിലെ മനുഷ്യൻ, മാൻ ഇൻ ദി അയറൺ ലങ് എന്ന വിശേഷണമാണ്. പോളിയോ രോഗത്തെ അതിജീവിച്ച് 70 വർഷത്തോളം ഒരു ഇരുമ്പ് ശ്വാസകോശത്തിനുള്ളിൽ ജീവിച്ച ഒരു മനുഷ്യന്റെ കഥയാണിത്. അദ്ദേഹത്തിന്റെ ജീവിതം നിശ്ചയദാർഢ്യത്തിന്റെയും അതിജീവനത്തിന്റെയും അവിശ്വസനീയമായ ഒരു ഉദാഹരണമാണ്. ജീവിതം. പോളിയോ ബാധ. 1952 6-ാം വയസ്സിലാണ് പോൾ അലക്സാണ്ടറിന് പോളിയോ രോഗം ബാധിക്കുന്നത്. അന്നത്തെ പോളിയോ മഹാമാരിയുടെ സമയത്താണ് ഇത്. രോഗം അദ്ദേഹത്തെ കഴുത്തിന് താഴേക്ക് പൂർണ്ണമായി തളർത്തിക്കളഞ്ഞു. സ്വന്തമായി ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. ഇരുമ്പ് ശ്വാസകോശം. ശ്വാസമെടുക്കാൻ അദ്ദേഹത്തെ സഹായിക്കാനായി ഇരുമ്പ് ശ്വാസകോശം എന്ന യന്ത്രം ഉപയോഗിക്കേണ്ടി വന്നു. ഈ യന്ത്രം ഒരു വലിയ സിലിണ്ടറാണ്. അതിനുള്ളിൽ തല മാത്രം പുറത്തുവരുന്ന രീതിയിൽ കിടക്കണം. യന്ത്രം ശരീരത്തിനു ചുറ്റുമുള്ള വായുമർദ്ദം നിയന്ത്രിച്ച് ശ്വാസമെടുക്കാൻ സഹായിക്കുന്നു. അതിജീവനത്തിന്റെ പാത. ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ടും പോൾ അലക്സാണ്ടർ തന്റെ ജീവിതം സാധാരണ നിലയിൽ നയിക്കാൻ ശ്രമിച്ചു. സ്കൂളിൽ പോയി പഠിച്ചു, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി, തുടർന്ന് നിയമബിരുദവും സ്വന്തമാക്കി. അഭിഭാഷകനും എഴുത്തുകാരനും. ഒരു അഭിഭാഷകനായി ജോലി ചെയ്യുകയും ചെയ്തു. കോടതിയിലെ കേസുകൾ കൈകാര്യം ചെയ്യാനും പുസ്തകങ്ങൾ എഴുതാനും അദ്ദേഹം തന്റെ വായയിൽ ഒരു പ്ലാസ്റ്റിക് സ്റ്റിക്ക് ഉപയോഗിച്ചു. 3 Minutes for a Dog, മൈ ലൈഫ് ഇൻ ആൻ അയൺ ലങ് എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകവും എഴുതി. സാമൂഹിക മാധ്യമങ്ങളിൽ തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. പോളിയോ പോൾ എന്ന പേരിൽ അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. മരണം. 78-ാം വയസ്സിൽ കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് 2024 മാർച്ചിൽ പോൾ അലക്സാണ്ടർ അന്തരിച്ചു.